എല്ലാവർക്കും നമസ്കാരം. മുഹമ്മദ് താജ്, Zeitnah ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു QS ആവാൻ വേണ്ട 6 ക്വാളിറ്റീസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 6 ക്വാളിറ്റീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു QS ആവാം. സോ എന്തൊക്കെയാണ് ഈ 6 ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് 6 സ്കിൽസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് അരിത്തമെറ്റിക് സ്കിൽസ് ആണ്. അരിത്തമെറ്റിക് സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നമുക്ക് ഡിഫറൻഷിയേഷൻ, ഇൻറ്റഗ്രേഷൻ പോലെയുള്ള മാത്സിലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക് മാത്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള ബേസിക് മാത്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു QS ആവാനുള്ള ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആയി. ആൻഡ് സെക്കൻഡ്ലി, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് വേണം. അതായത് നിങ്ങൾക്കൊരു ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ ആ ഡ്രോയിങ് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നോളേജ് വേണം. നമുക്ക് യൂഷ്വലി കിട്ടുന്ന ഡ്രോയിങ്സ് പ്ലാൻ, സെക്ഷൻ, എലിവേഷൻസ് ആയിരിക്കാം, കോംപ്ലക്സ് ഡ്രോയിങ്സ് ആയിരിക്കാം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കാം എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാനുള്ള വിഷ്വൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വേണം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ടെക്നിക്കൽ സ്കിൽസ് ആണ്. അതായത് QS ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ നോളജ് നിങ്ങൾക്ക് വേണം. ഒരുപക്ഷെ നിങ്ങൾക്കത് ബിടെക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കാത്ത ചില കാര്യങ്ങളായിരിക്കാം. ലൈക്ക് എങ്ങനെയാണ് ക്ലയൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സബ് കോൺട്രാക്ട് പേയ്മെൻറ്റ് അപ്ലിക്കേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ടെൻഡർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു QS എങ്ങനെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള നോളേജ് നിങ്ങൾക്ക് വേണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു QS ആവാനുള്ള മൂന്നാമത്തെ ക്വാളിറ്റിയാണ്. നാലാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. അതായത് നിങ്ങൾക്കൊരു പക്ഷേ ഒരു QS ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് മെയിൽ അയക്കേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഈ മീറ്റിംഗ്സിലൊക്കെ അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള നോളേജ് കൂടെ നിങ്ങൾക്ക് വേണം. സോ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നോളേജ് നിങ്ങൾക്ക് വേണം. ആൻഡ് അഞ്ചാമതായിട്ട് നമുക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ്വെയർ സ്കിൽസ് വേണം. അതായത് QS ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി അതിലുള്ളൊരു നോളജ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പീഡ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ QS ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അഞ്ചാമത്തെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു. ആറാമതായിട്ട് നമുക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും നമ്മൾ ഈ 5 സ്കില്ല് നമ്മൾ പറഞ്ഞു, ഈ 5 സ്കില്ലിനെ നമുക്കൊന്ന് മാർക്കറ്റ് ചെയ്യണം. അതായത് ഒരു റിക്രൂട്ടറുടെ അടുത്തേക്ക് നമ്മുടെ സ്കിൽസിനെ അവർക്ക് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു നല്ല റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയണം. എങ്ങനെയാണ് നല്ലൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ATS ഫ്രണ്ട്ലി, ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എൻ്റെ ഈ സ്കിൽസിനെ എങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം എന്ന് കൂടി അറിയുമെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു QS ആയിട്ട് മാർക്കറ്റിൽ പ്ലേസ് ആവാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ഈ 6 ക്വാളിറ്റീസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ക്യാൻ ബിക്കം നിങ്ങൾക്ക് ഈ ഒരു QS പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. താങ്ക് യു.